റീന കാ ദിൻ, റീനയുടെ ദിവസം. റീന ഒരു ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്, ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിൻ എന്ന് പറഞ്ഞാൽ ഡേ, ദിവസം. हर दिन रीना सुबह जल्दी उठती है, उठकर बिस्तर को ठीक से लगाती है. हर दिन എന്ന് പറഞ്ഞാൽ ദിവസവും, എല്ലാ ദിവസവും റീന സുബ എന്ന് പറഞ്ഞാൽ രാവിലെ, ജൽദി ഉട്ടി ഹെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, വേഗം തന്നെ എഴുന്നേൽക്കുന്നു. ഉട്കർ ബിസ്തർക്കോ ടീക് സെ ലഗാത്തി ഹെ എഴുന്നേറ്റിട്ട് ബെഡെല്ലാം നന്നായിട്ട് വിരിച്ചിടുന്നു. ബിസ്തർ എന്ന് പറഞ്ഞാൽ ബെഡ് കിടക്കെല്ലാം നന്നായിട്ട്, ബെഡ്ഷീറ്റെല്ലാം നന്നായിട്ട് വിരിച്ച് കിടന്ന സ്ഥലമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വയ്ക്കുന്നു. നീം കി ദാതുൻ സെ അപ്നെ ദാത് സാഫ് കർത്തി ഹെ. നീം കി ദാതുൻ സെ, നീം എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പിന്റെ തണ്ട് കൊണ്ട്, ധാതുൻ എന്ന് പറഞ്ഞാൽ ബ്രഷ് പോലെ ഉണ്ടാക്കിയിട്ട്, വേപ്പിന്റെ തണ്ട് കൊണ്ട് ബ്രഷ് പോലെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്റെ പല്ല് വൃത്തിയാക്കുന്നു, അതായത് പല്ല് തേക്കുന്നു. ദാത്ത് എന്ന് പറഞ്ഞാൽ പല്ല്, സാഫ് കർത്തി ഹെ വൃത്തിയാക്കുന്നു, പല്ല് തേക്കുന്നു. സാബുൻ സെ നഹാകർ റീന സ്വച്ഛ് കപ്പടെ പെഹൻതി ഹെ. സാബുൻ സെ നഹാകർ, സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് റീന വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുന്നു. പെഹന്ന എന്ന് പറഞ്ഞാൽ ധരിക്കുക, സ്വച്ഛ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള, വൃത്തിയുള്ള കപ്പിട ഡ്രസ്സ് ധരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഹർ ദിൻ റീന സുബ ജൽദി ഉട്ടി ഹെ. എല്ലാ ദിവസവും റീന രാവിലെ വേഗം തന്നെ എഴുന്നേൽക്കുന്നു. ഉട്കർ ബിസ്തർക്കോ ടീക് സെ ലഗാത്തി ഹെ എഴുന്നേറ്റിട്ട് ബെഡെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി വെക്കുന്നു. ടീക് സെ ലഗാത്തി ഹെ നന്നായിട്ട് വിരിച്ചിടുന്നു. നീം കി ദാതുൻ സെ അപ്നെ ദാത് സാഫ് കർത്തി ഹെ. വേപ്പിന്റെ തണ്ട് കൊണ്ട് തന്റെ പല്ല് വൃത്തിയാക്കുന്നു, പല്ല് തേച്ച് വൃത്തിയാക്കുന്നു. സാബുൻ സെ നഹാകർ റീന സ്വച്ഛ് കപ്പടെ പെഹൻതി ഹെ. സോപ്പ് ഉപയോഗിച്ച് കുളിച്ചിട്ട് റീന വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കുന്നു. വ അപ്നെ ബാൽ മേ തേൽ ലഗാക്കർ കംഗി കർത്തി ഹെ. അവൾ എന്താ ചെയ്യുന്നത് പിന്നീട്? തന്റെ ബാൽ എന്ന് പറഞ്ഞാല് മുടിയില് തേൽ, എണ്ണ, ഓയില് തേച്ചിട്ട്, ലഗാക്കർ എണ്ണ എല്ലാം തേച്ചിട്ട്, കങ്കി കർത്തി ഹെ. കങ്കി എന്ന് പറഞ്ഞാല് കോമ്പ്, ചീപ്പ്, അതായത് മുടി ചീകി വൃത്തിയാക്കുന്നു. എണ്ണ എല്ലാം തേച്ചിട്ട് മുടി ചീകി വൃത്തിയാക്കുന്നു. റീന മാ കെ ബനായ പരാഠെ ഓർ സബ്ജി ആനന്ദ് കെ സാത്ത് ഖാത്തി ഹെ. റീന എന്താ ചെയ്യുന്നത്? അമ്മ ഉണ്ടാക്കുന്ന പൊറോട്ടയും പിന്നെ സബ്ജി, കറിയും, അതിന് പൊറോട്ടയും, സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി അല്ലെങ്കിൽ കറിയും ആനന്ദ് കെ സാത്ത് ഖാത്തി ഹെ സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. റീന മാ കെ ഗലെ ലഗ്തി ഹെ ഓർ ഫിർ സ്കൂൾ ജാത്തി ഹെ. പിന്നീട് റീന എന്താ ചെയ്യുന്നത്? മാ കെ ഗലെ ലഗ്തി ഹെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, എന്നിട്ട് പിന്നീട് സ്കൂൾ ജാത്തി ഹെ സ്കൂളിലേക്ക് പോകുന്നു. വ അപ്നെ ബാൽ മേ തേൽ ലഗാക്കർ കംഗി കർത്തി ഹെ. അവൾ തന്റെ മുടിയിൽ എണ്ണ തേച്ചിട്ട് മുടി ചീകി വൃത്തിയാക്കുന്നു. ബാൽ എന്ന് പറഞ്ഞാല് മുടി, ഹെയർ, തേൽ ഓയിൽ, എണ്ണ, കംഗി കർണ എന്ന് പറഞ്ഞാല് ചീകുക, മുടി ചീകുക. റീന മാക്കെ ബനായ പരാട്ടെ ഓർ സബ്സി ആനന്ദ് കെ സാത്ത് ഖാത്തി ഹെ. റീന അമ്മ ഉണ്ടാക്കുന്ന പൊറോട്ടയും പിന്നെ സബ്ജിയും കറിയും സന്തോഷത്തോടു കൂടെ കഴിക്കുന്നു. റീന മാക്കെ ഗലെ ലഗ്തി ഹെ ഓർ ഫിർ സ്കൂൾ ജാത്തി ഹെ. വഹ് അപ്നെ ബാൽ മേ തേൽ ലഗാക്കർ കംഗി കർത്തി ഹെ. അവൾ എന്താണ് ചെയ്യുന്നത്? തന്റെ മുടിയിൽ എണ്ണ തേച്ചിട്ട് മുടി ചീകി വൃത്തിയാക്കുന്നു. ബാൽ എന്ന് പറഞ്ഞാൽ ഹെയർ, മുടി, തേൽ ഓയിൽ, എണ്ണ, കംഗി കർണ മുടി ചീകുക, ചീപ്പ് കൊണ്ട് ചീകി വൃത്തിയാക്കുക. റീന മാക്കെ ബനായ പരാട്ടെ ഓർ സബ്സി ആനന്ദ് കെ സാത്ത് ഖാത്തി ഹെ. റീന അമ്മ ഉണ്ടാക്കിയ പൊറോട്ടയും സബ്ജി എന്ന് പറഞ്ഞാൽ കറിയും സന്തോഷത്തോടു കൂടെ കഴിക്കുന്നു. റീന മാക്കെ ഗലെ ലഗ്തി ഹെ. റീന അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. ഓർ ഫിർ സ്കൂൾ ജാത്തി ഹെ. എന്നിട്ട് പിന്നീട് സ്കൂളിലേക്ക് പോകുന്നു.
स्कूल के रास्ते में रीना अपनी സഹേലി ദീപ से मिलती है. സ്കൂൾ के रास्ते में സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ റീന തന്റെ അപ്പിനി എന്ന് പറഞ്ഞാൽ തന്റെ സഹേലി തന്റെ കൂട്ടുകാരി ദീപ से मिलती है ദീപയെ കണ്ടുമുട്ടുന്നു. दोनों एक दूसरे से സുപ്രഭാത് कहती है. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുപ്രഭാത് പറയും. സുപ്രഭാത് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയുന്നു. और हंसती खेलती സ്കൂൾ ജാത്തി ഹെ, എന്നിട്ട് ചിരിച്ച് കളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ഖേൽന കളിക്കുക. രണ്ടുപേരും ചിരിച്ച് കളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ റീന ആരെയാണ് കാണുന്നത്? തന്റെ ഫ്രണ്ട് ദീപയെ കാണുന്നു. स्कूल के रास्ते में റീന അപ്നി സഹേലി ദീപ സെ മിൽത്തി ഹെ. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ റീന തന്റെ കൂട്ടുകാരിയായ ദീപയെ കണ്ടുമുട്ടുന്നു. ദോനോ ഏക് ദൂസരെ സെ സുപ്രഭാത് കഹത്തി ഹെ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് പറയുന്നു. ഓർ ഹസ്തി ഖേൽത്തി സ്കൂൾ ജാത്തി ഹെ, എന്നിട്ട് ചിരിച്ചു കളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു. स्कूल में प्रार्थना के बाद रीना अपनी कक्षा में जाती है. സ്കൂളിൽ പ്രാർത്ഥനയുടെ ശേഷം, അതായത് അസംബ്ലിക്ക് ശേഷം റീന തന്റെ ക്ലാസ്സിലേക്ക് പോകുന്നു. കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്. സ്കൂളിൽ അസംബ്ലിക്ക് ശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവള് തന്റെ ക്ലാസ്സിലേക്ക് പോകുന്നു. जैसे ही उनकी अध्यापिका कक्षा में आती है सभी बच्चे खड़े हो जाते हैं. जैसे ही ഉൻകി അധ്യാപിക. അപ്പൊ അധ്യാപിക എന്ന് പറഞ്ഞാൽ ടീച്ചർ. അവളുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും കക്ഷാമേ ആത്തി ഹെ, ക്ലാസ്സിലേക്ക് കയറുമ്പോഴേക്കും സബി ബച്ചെ, എല്ലാ കുട്ടികളും ഖഡേ ഹോ ജാത്തെ ഹെ, എഴുന്നേറ്റ് നിൽക്കുന്നു. ഖഡാ ഹോന എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഓർ നമസ്തേ കർത്തേ ഹെ, എന്നിട്ട് ടീച്ചറിനോട് നമസ്തേ പറയുന്നു. അധ്യാപിക ബി മുസ്കുരാത്തി ഹുയി നമസ്തേ കർത്തി ഹെ. അപ്പൊ ടീച്ചറും എന്ത് ചെയ്യുന്നു? മുസ്കുരാത്തി ഹുയി, പുഞ്ചിരിച്ചുകൊണ്ട് നമസ്തേ കർത്തി ഹെ, നമസ്തേ പറയുന്നു. ടീച്ചറും പുഞ്ചിരിച്ചുകൊണ്ട് നമസ്തേ പറയുന്നു. റീന സ്കൂൾ മേ മൻ ലഗാകർ പഠായി കർത്തി ഹെ. റീന സ്കൂളിൽ നല്ല ഇഷ്ടത്തോടു കൂടി പഠിക്കുന്നു. മൻ ലഗാകർ എന്ന് പറഞ്ഞാല് മനസ്സിരുത്തിക്കൊണ്ട്, അതായത് ഇഷ്ടത്തോടു കൂടി പഠിക്കുന്നു. वह अपनी सहेलियों के साथ खेलती है और थोड़ी शरारत भी करती है. वह अपनी സഹേലിയോं के साथ, സഹേലി എന്ന് പറഞ്ഞാല് കൂട്ടുകാരികളോടൊപ്പം खेलती है കളിക്കുന്നു. और थोड़ी शरारत भी करती है, അതുകൂടാതെ കുറച്ച് വികൃതിയൊക്കെ കാണിക്കാറുണ്ട്. ശരാരത്ത് എന്ന് പറഞ്ഞാല് വികൃതി. घर आकर वह हाथ मुंह धोती है. പിന്നീട് വീട്ടിൽ തിരിച്ചു വന്നിട്ട് അവള് ഹാത്ത് മുഖ, കൈയും മുഖവും ഒക്കെ കഴുകുന്നു. ധോന എന്ന് പറഞ്ഞാല് കഴുകുക, വൃത്തിയാക്കുക. ഹാത്ത് മുഖ ധോത്തിയെ, കൈയും മുഖവും കാലൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. फिर वह अपनी स्कूल की सभी बातें अपने परिवार को बताती है. പിന്നീട് അവള് തന്റെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും തന്റെ കുടുംബത്തിനോട്, വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നു. വീട്ടിലുള്ള കുടുംബത്തിലെ അംഗങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ബത്താന എന്ന് പറഞ്ഞാല് പറയുക. റീന അപ്നെ പ്യാരെ സെ ഛോട്ടെ ഭായി കെ സാത്ത് ഭി ഖേൽത്തി ഹെ. റീന തന്റെ പ്യാരെ സെ, തന്റെ ഇഷ്ടമുള്ള ചോട്ടെ ഭായി, കുഞ്ഞനുജന്റെ കൂടെയും കളിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള തന്റെ കുഞ്ഞനുജന്റെ കൂടെയും റീന കളിക്കുന്നു. ഖേൽന എന്ന് പറഞ്ഞാല് കളിക്കുക. ചോട്ടാ ഭായി എന്ന് പറഞ്ഞാല് ചെറിയ സഹോദരൻ, കുഞ്ഞനുജൻ. റീന കോ രാത് കോ ജൽദി ഹി നീന്ത് ആ ജാത്തി ഹെ. റീനക്ക് രാത്രിയിൽ പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നു. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം. നീന്ത് ആ ജാത്തി ഹെ, ഉറക്കം വരുന്നു. ദാദി പ്യാർ സെ റീന കോ ശുഭരാത്രി കഹകർ സുലാ ദേത്തി ഹെ. ദാദി എന്ത് ചെയ്യുന്നു? മുത്തശ്ശി, അച്ഛമ്മ പ്യാർ സെ, സ്നേഹത്തോടു കൂടെ റീനാക്കു ശുഭരാത്രി കഹകർ, റീനയെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറക്കുന്നു. സുലാദേത്തി എന്ന് പറഞ്ഞാല് ഉറക്കുന്നു. ശുഭരാത്രി എന്ന് പറഞ്ഞാല് ഗുഡ് നൈറ്റ്. ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഹർ ദിൻ റീന സുബ ജൽദി ഉഠ്തി ഹെ. ഉഠ്കർ ബിസ്തർ കോ ठीक से लगाती है. नीम की दातुन से अपने दांत साफ करती है. साबुन से नहाकर रीना स्वच्छ कपड़े पहनती है.
നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ സ്പീഡ് കുറച്ച് വായിക്കുന്നത്. വ अपने बाल में तेल लगाकर कंघी करती है. रीना माँ के बनाए पराठे और सब्जी आनंद के साथ खाती है. रीना माँ के गले लगती है और फिर स्कूल जाती है. स्कूल के रास्ते में रीना अपनी सहेली दीपा से मिलती है. दोनों एक दूसरे से सुप्रभात कहती है और हंसती खेलती स्कूल जाती है. स्कूल में प्रार्थना के बाद रीना अपनी कक्षा में जाती है. जैसे ही उनकी अध्यापिका कक्षा में आती है, सभी बच्चे खड़े हो जाते हैं और नमस्ते करते हैं. अध्यापिका भी मुस्कुराती हुई नमस्ते करती है. रीना स्कूल में मन लगाकर पढ़ाई करती है. वह अपनी सहेलियों के साथ खेलती है और थोड़ी शरारत भी करती है. घर आकर वह हाथ मुंह धोती है. फिर वह अपनी स्कूल की सभी बातें अपने परिवार को बताती है. रीना अपने प्यारे से छोटे भाई के साथ भी खेलती है. रीना को रात को जल्दी ही नींद आ जाती है. दादी प्यार से रीना को शुभ रात्रि कहकर सुला देती है.